ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഷോ. അപ്പോൾ നമ്മൾ പിന്നെയും സ്കാരി ടീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഇത് തന്നെ നെക്കിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ എന്തോ പിന്നെ അറ്റാക്ക് വരെയാണ് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കളിക്കാം, ബാഡ് ഹെയർ വരെ കളിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. നമുക്ക് പിന്നെ എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ നോക്കുക ഗൈസ്. വീഡിയോയിലിട്ടോ. അപ്പോൾ ഗൈസ്, മിസ് ചെയ്ത അതായത് ഞാൻ പറഞ്ഞുതരാമെന്ന് വായിക്കട്ടെ. അതായത് ഈവൽ ടീച്ചർ ഒരു പാവം കാറ്റിനെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് കാറ്റിനെ നമ്മൾ ഫ്രീ ആക്കണം. ആ കാറ്റിൻ്റെ കേജിൽ ഇതുണ്ട്, ഒരു കീ ഉണ്ടാക്കി ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലിട്ടു. ഫൈൻഡ് ഔട്ട് വേർ കാറ്റ് ഈസ് ലോക്ക്ഡ്. അതായത് കാറ്റ് എവിടെയാണെന്ന് കണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഏതെങ്കിലും പോയി ജിമ്മിൻ്റെ നേരെ കാണിച്ചിരിക്കുന്ന റൂമിലാണ് ഇത്. അമ്മച്ചി കുറച്ച് പോട്ടെ, അല്ലെങ്കിൽ പൂച്ചയുടെ സൗണ്ട് കിട്ടി അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മച്ചി അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് കാറ്റ്. അൺലോക്ക് ദ കേജ്. ഓക്കെ, ഇതെടുക്കുന്നു. നമ്മൾ അൺലോക്ക് ചെയ്ത് പൂച്ചെടുക്കുമ്പോൾ അമ്മച്ചി ഓടി വരും. അത് പൂച്ചയുടെ സൗണ്ട് കേൾക്കുമല്ലോ. കടകണ്ട അതായത് ഓടി രക്ഷപ്പെട്ടു. അതായത് മിസ്റ്റി വന്നതിന് മുന്നേ ഓടി രക്ഷപ്പെട്ടു. വന്നിട്ടുണ്ട്. ഒന്നും കേൾക്കാൻ വയ്യ. ഓക്കെ സുഖങ്ങളെ. ഓക്കെ ലൈറ്ററി, നമ്മൾ ജയിച്ചു. പറയൂ ബാക്ക്, നമ്മൾ ജയിച്ചു. ഓക്കെ, ടൈം ടു, അതായത് മിസ്റ്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് എന്തോ ബേക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ സംഭവം അതാണ് കേക്ക്. ആ കേക്കിലുള്ള മെഴുകുതിരി മാറ്റി, അതായത് നമ്മൾ പടക്കം പൊട്ടില്ല, അത് വെക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഷെഡിലൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകാറ്. ഈ ഷെഡ് തുറക്കുമ്പോഴേക്കിൻ്റെ ഇതാണ് നമ്മുടെ സംഭവം. എന്നിട്ട് നമ്മൾ കേക്കിൽ ഇത് വെച്ച് ഇത് നമ്മൾ സെലോ ടാപ്പ് കൊണ്ട് കവർ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇതെന്താ അമ്മച്ചി കുറച്ച് പോവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചി ഇങ്ങോട്ടാണോ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. അമ്മച്ചി ഇങ്ങോട്ടാവും. അപ്പം ഒന്ന് പൊക്കത്തോട്ട് കയറണം. ഓക്കെ ഗായ്സ്, നമുക്കിപ്പോൾ വെയിറ്റിംഗ് തന്നെ തുറന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എന്ത് ഗെയിം വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത്. നിങ്ങളുടെ കമൻ്റൊന്നും കാണുന്നില്ല. ഓക്കെ, അമ്മച്ചി അവിടെ നിന്ന് എക്സസൈസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ചാടാൻ പറ്റില്ല. അങ്ങനെ തന്നെ പോകേണ്ടി വരും. അമ്മച്ചി വന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം പിടിക്കാം. കാരണം അമ്മച്ചി ഒന്ന് ആ ഫ്രണ്ട് റൂമിൽ നിന്ന് പോട്ടെ. നമുക്കപ്പോൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് കണ്ട പൊക്കത്ത് കാണുന്ന പറക്കണ സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ റീപ്ലേസ് ദ കാൻഡിൽ വിത്ത്, അതായത് പറഞ്ഞേക്കണുണ്ടോ, ആ ക്യാൻഡിൽ മാറ്റിയിട്ട് ഇത് നമ്മൾ അവിടെ വെക്കണം. അപ്പോൾ അമ്മച്ചി സ്റ്റെപ്പ് കയറി പൊക്കത്തോട്ട് പോകുന്നുണ്ട്. ഈ ബെല്ലടിച്ചാലോ ഗൈസ്, വെറുതെ തന്നെ. എന്നാലും ബെല്ലടിക്കാം, ബെല്ലടിച്ചോ. എന്നിട്ട് നമുക്ക് ഓടി രക്ഷപ്പെട്ടോ. അമ്മച്ചി തിരിച്ചു വരുന്നുണ്ട്. ആ വഴി ഞാൻ എങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് ചാടി രക്ഷപ്പെടാം. അമ്മച്ചി പോകുന്നുണ്ട്. അമ്മച്ചി പോട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും ഇരിക്കാം. ആ അമ്മച്ചി അവിടെ പുറത്ത് പോയിട്ടുണ്ടോ ആരോ നോക്കാൻ അമ്മച്ചി പോകുന്നുണ്ട്. നോക്കാം. ഓക്കെ, അതെ ഇതാണിത്. തിരിയെടുത്ത് മാറ്റുന്നു. അവിടെ ആ തിരിയിലങ്ങോട്ട് ചുറ്റി വെക്കണം. കണ്ടോ, അത്രേ ഉള്ളൂ. ഇട്ട് റൺ ബിഫോർ, അതായത് ഓടിക്കളയുക. സെലിബ്രേറ്റ് ഓടുകയാണ്. പിന്നെ അമ്മച്ചി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം.
അമ്മച്ചി ഇപ്പം അകത്തോട്ട് പോയിട്ടുണ്ട്. സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ. അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ. Happy birthday to me, la 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 la. Happy birthday to me, la 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 la. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത്രേ ഉള്ളൂ, കണ്ട ഇത്ര മണിയുള്ളൂ, സിമ്പിളാ. അപ്പോൾ നമുക്ക് അടുത്തയിലോട്ട് പോവാം. ജയിച്ചേ പറയൂ. നമ്മൾ ജയിച്ച് നമുക്ക് അടുത്തയിലോട്ട് പോവാം. മിസ് ടി ലെസൺ ഷീൽ നെവർ ഫോർ. അതായത് മിസ് ടിയുടെ ഫേവറേറ്റ് ബുക്കിൽ നമ്മൾ സ്പൈഡറിനെ കൊണ്ടേ വെക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോറി, നേരെ ഗെയിമിലോട്ട് പോവാം. എനിക്കറിയില്ല. അപ്പോൾ ഫൈൻഡ് ദ സ്പൈഡർ, കെയർഫുൾ വിത്ത് സ്പൈഡർ. പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറുതെ കൈ പിടിച്ച് അത് കടിക്കും. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് വേണം. ഈ ഗ്ലൗസ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അപ്പുറത്ത് ഈ മ്യൂസിക് റൂമിൻ്റെ നേരെ കാണുന്ന റൂമിൽ ഗ്ലൗസ് എന്ന് പറഞ്ഞ സാധനം വർക്ക്ഷോപ്പിലുണ്ടാവും. ഇതാണ് നമ്മുടെ ഗ്ലൗസ്. ഓക്കെ, ഫൈൻഡ് ദ സ്പൈഡർ അവിടെയാണ്. സ്പൈഡർ എനിക്ക് തോന്നുന്നത് കാരണം പൂച്ചനെ അവിടെ പൂട്ടിച്ച് വെച്ച. അപ്പം ഇവിടെ തന്നെ സ്പൈഡറിനെ കിട്ടിയിട്ടുണ്ട്. പ്ലേസിൻ്റെ അതായത് സിമ്പിളാണ്. അമ്മച്ചിയുടെ റീഡിങ് ബുക്കിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. നമുക്ക് ചാടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ലെറ്റ്സ് ഗോ. അമ്മച്ചി എവിടെ നിൽക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ആ TV റൂമിൻ്റെ അപ്പുറത്താണ്. പിന്നെ ഇതിൻ്റെ എന്തോ ഒരു ക്രിസ്മസ് അല്ല ഈസ്റ്റർ ഇത് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് അത് കളിക്കണം. കപ്പ എന്തിനാ എനിക്ക് വേണ്ടത്? ഫേവറേറ്റ് ബുക്സ് ഓടി ഓടിക്കോ. ജിമ്മി കയറിയിട്ട് ഇവിടെ കയറി ഇവിടെ വന്നാലും അമ്മച്ചിക്ക് ഇങ്ങോട്ട് ചാടി കിടക്കാൻ പറ്റൂല. അമ്മച്ചി പോയിട്ടുണ്ട്. നമുക്കിത് കുടിക്കാം. കണ്ട, ഇത് കുടിക്കുമ്പോൾ നമുക്ക് പൊക്കം തന്നൊരിത് കൂടും. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി അവിടെ പോയിട്ട് ആ ബുക്ക് തുറന്ന് നോക്കണം. അത്ര ഒഴുകി. ഓക്കെ ഗായ്സ്, നമുക്ക് നോക്കാം എന്താ പരിപാടിയാണ്. ഓക്കെ, പിന്നെ എടാ ഞാനൊരു കാര്യം പറയാം. ഈ ഗെയിം ഇപ്പോൾ നമുക്ക് നോക്കാം. എന്തോ ഇതിപ്പോൾ സ്പൈഡറിൻ്റെ ഗെയിം ഷെഡ് കണ്ട അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗെയിംസൊക്കെ വരുള്ളൂ. പിന്നെ ഏത് ഗെയിം അടുത്ത കളിക്കണമെന്ന് കമൻ്റൊന്നും ആരും ചെയ്യാറില്ല. മുഖത്ത് നമുക്ക് ഒരുക്കണം. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഗെയിമിൽ പോവാം. ഇത് എനിക്ക് തോന്നുന്നത് ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഗെയിമാണ്. ഓക്കെ, ലാസ്റ്റ് ഗെയിം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഫൈൻഡ് സംതിങ് ടു ആഡ് ഷാമ്പൂവിൽ ആഡ് ചെയ്യാൻ എന്തെങ്കിലും. ഇതിലുണ്ടല്ലോ എനിക്ക് മണ്ടത്തിന് പറ്റിപ്പോയിട്ട് ഞാനിതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ബാത്റൂമിൽ തന്നെ ആ അറ്റത്ത് ഷാമ്പൂ കാണും. ഷാമ്പൂവിൻ്റെ അങ്ങോട്ടൊരു പിങ്ക് ഇതുണ്ടാവും. ഷാമ്പൂവിൻ്റെ ഇവിടെ ഒരു പിങ്ക് സംഭവം ഉണ്ടാവും. ആ സംഭവം അത് ഹെയർ റിമൂവാണ്. അതെടുത്തിട്ട് ഷാമ്പൂവിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ വേറെന്തോ കാണിച്ചിട്ട് കളറുള്ള സാധനം ആഡ് ചെയ്തു. ഞാൻ പൊട്ടിപ്പോയി, ഞാൻ തോറ്റുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ കുറേ നേരം ഇത് കൺഫ്യൂഷൻ അടിച്ച് നോക്കി നടന്ന് കണ്ടല്ലോ. പിന്നെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്ലൂ എടുത്തിട്ട് കട്ടിട്ടു. എന്തായാലും പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗ്ലൂ എടുത്തിട്ടു. ഈ പൊക്കത്താണ് സാധനം
അതാണ് ആ ശ്രദ്ധിക്കണ ഷാമ്പൂ. ദേ അവിടെ സൈഡിൽ പിങ്ക് കളർ ഇരിക്കുന്നത് ഹെയർ റിമൂവലാണ്. അതെടുത്തിട്ട് ഷാമ്പൂ ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ കുറേ മണ്ടത്തെ രീതി കാണിച്ചിട്ട് എന്താ സംഭവം ഇങ്ങനെ നടക്കണം. തുറക്ക്, കയറാൻ പറ്റുന്നില്ല, ചാടാൻ പറ്റില്ല. ഇതൊരു വേറൊരു ബേസ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് തുറക്കണം, നമുക്ക് ഇങ്ങനെ നടക്കാം. ഓക്കെ, ഇത് ഈ ബേസ്മെൻറ്റിൽ കൂടി ഇതെത്തും. ഇങ്ങനെ കയറുമ്പോഴേക്കും ഇവിടെ എത്തും, നമ്മുടെ കിച്ചൻ്റെ ആ ഭാഗത്തൊക്കെ എത്തും. ഞാൻ കാണിച്ചു തരാം. കണ്ട, കിച്ചൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം എന്താ നടക്കണേന്ന്. നമുക്ക് അമ്മച്ചി വഴി വന്നുണ്ടാവും. വന്നില്ല. പിന്നെ മ്യൂസിക് റൂമിലാണ് അമ്മച്ചി പറയുന്നത്. ഞാനിതൊന്നും കാണുന്നില്ല, ഞാൻ ഇങ്ങനെ നടക്കണേ ഷാമ്പൂ തപ്പിക്കും. പക്ഷെ എനിക്കറിയില്ല ഈ ഷാമ്പൂ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഗൈസ്, ഈ ഡ്രിങ്ക് എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇതായിപ്പോവും. എടാ എനിക്ക് റെക്കോർഡ് അല്ലെങ്കിൽ എഡിറ്റിങ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഉറക്കം വരും. എന്താണെന്ന് എനിക്കറിയില്ല. ഓപ്പൺ ആവാനുള്ള ഗൈസ്. അതെ, ഹെയർ റിമൂവൽ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സംഭവമാണ് അവിടെ ഇരിക്കണത്, ഞാൻ കാണിച്ചു തരാടാ. ഞാൻ അതിന് പകരം എന്ത് ചെയ്തെന്ന് അറിയാം, പിങ്ക് സാധനം കണ്ട് ഇത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫൈൻഡ് ദ ഷാമ്പു ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഐഡിയ പറയാം. ഈ സംഭവം വെച്ചിട്ട് അവിടെ കാട്ടില്ല. നിങ്ങൾക്ക് എന്ത് സാധനമാണ് ഇപ്പം കണ്ടുപിടിക്കേണ്ടത്? ഇത് ഷാമ്പു അവിടെ തന്നെ കണ്ടുപിടിക്കേണ്ട സാധനം ഒന്നെങ്കിൽ ഇവിടെ പറന്ന് നടക്കണ്ടാവും, അതപ്പോൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബാസ്ക്കറ്റിൽ പോയിട്ട് നോക്കിയാൽ മതി. ഇതാണ് ശരിക്കും ഹെയർ റിമൂവൽ സംഭവം. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പൈസ 75 രൂപ ഞാൻ കളഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ആ സാധനം കാണാൻ വേണ്ടി ഇതാണെങ്കിൽ ആ കാട്ടിലെടുത്ത് നോക്കിയാൽ മതി. ഗെയിമിൻ്റെ അവിടെ സംഭവം ഉണ്ടാവും. ഓക്കെ, ഈ സാധനം ഇരിക്കണ പച്ച സാധനത്തിലോട്ട് ഇടണം. ഞാനെന്ത് ചെയ്ത്, ഇതിന് പകരം കളർ ഷാമ്പൂ എടുത്തിട്ട് ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ കുറേ ഇങ്ങനെ കിടന്ന് കറങ്ങി കളിച്ചിട്ടുണ്ട്, എന്നാന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും കളറാണ്, ഹെയർ കളറാണ്. എന്തെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഷാമ്പൂ ഇതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇടാൻ നോക്കിയത് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഹിന്ദി കൊടുക്കാം. ഫൈൻ ഹെയർ റിമൂവർ, ബെസ്റ്റ് കൊള്ളാം, നല്ലത്. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാന്ന് പറയണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചാടാം. ഓക്കെ, നമുക്ക് തുറക്കാം. വഴിയൊക്കെ വന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഞാൻ ഗവൺമെൻ്റല്ല കണ്ട, ഇവിടെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കണേ. കക്കൂസ് ഹൈ, ഇതാണ് ഞാൻ കണ്ട, ഇതാണ് ഷാമ്പൂ. അത് കളറാണ് ശരിക്കും, അതല്ല ഈ സൈഡിലിരിക്കണ നമ്മൾ ഹെയർ റിമൂവൽ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാനെല്ലാം ഒരു ഇതായിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്നിട്ട് ഞാൻ തോറ്റപ്പോഴേക്കും ഞാൻ ഗ്ലൂ എടുത്തോണ്ട് ആടേന്ന് കൊടുത്ത് ഷാമ്പൂ. അമ്മയ്ക്ക് ഇപ്പം പോകുന്നുണ്ട് മുഖത്തോട്ട്, നമുക്ക് നോക്കാം എന്താ സംഭവം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തിനും സാധനമൊക്കെ കൈ വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മച്ചി ബാത്റൂമിലോട്ടാണ്. എടാ എനിക്ക് ടൈമില്ല ബാത്റൂമിലോട്ട് പോവാം. ബാത്റൂമിലെത്തി ഇപ്പോൾ അമ്മച്ചി കുളിക്കാൻ പോവാണ്. ആരാണിത്? ഓപ്പണാക്ക്. എന്നിട്ട്
ബാത്ത് ഡബ്ബി കയറി കുളിക്കും. ലാ 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 ലാ. പാട്ട് പാടും. ലാ 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 ലാ. ലാ 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 ലാ. കണ്ടോ? ഞാൻ വർദ്ധിക്കും. ശരിക്കും ഇത് ഷോക്ക് അടിച്ച പോലെ ഇരിക്കണ്ട. കണ്ടിപ്പ കളറായി. Every color suits me. അമ്മച്ചിക്ക് ഇത് It should be ഇഷ്ടപ്പെട്ടു. illegal to look this good. അപ്പൊ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട. അമ്മച്ചിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല. അമ്മച്ചിക്ക് പണിയായിട്ട് കൊടുക്കണം. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഫെയിലായി പോകും. ഫെയിൽഡ്. പ്രാങ്ക് ഫെയിൽഡ്. റീപ്ലേ കൊടുക്കും നമ്മൾ. റീപ്ലേ കൊടുക്കടാ. എടാ എന്താണ് ഇത് റീപ്ലേ കൊടുക്കാൻ പറ്റാത്ത? ഓക്കെ ഗൈസ്, എന്തെടുത്തോളൂ. ഞാൻ അടുത്ത് പിന്നെയും വന്നേക്കും. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.